വെറുതെ ആയിപ്പോയി. മുറിയല്ല മാറിയോ? അതോ ഇരിക്കുന്നത്. കൊള്ളാം, നല്ല പുള്ളിയാ. ആരും കാണാതെ ഹോട്ടലിന്റെ പുറകുവശത്തിരുന്ന് സ്കോച്ച് അടിക്കുകയാണല്ലേ ചള്ള വയറ്. ഈ ഒടിഞ്ഞ നടുവായിട്ട് ഞങ്ങൾ ഹോട്ടൽ മുഴുവൻ തേടി അലഞ്ഞു. ആരാ? അയ്യോ, ചാൾസ് ശോഭരാജ്. അതാരാ? അയ്യോ, മറന്നുപോയി. കോൺട്രാക്ടേഴ്സ്. സാറിന്റെ മോളെ പ്രേമിക്കാൻ വേണ്ടി കോൺട്രാക്ട് എടുത്തില്ലേ, ചാൾസ്. അയാളുടെ സ്റ്റെപ്പിനി ശോഭരാജ്. ഇപ്പൊ പഞ്ചറ. സോറി ഫോർ ബോയ്സ്. സോറി പറയരുത്. എന്തൊരു മാല. ദുബായ് നോയ്സ്. സ്മോൾ അടിക്കുമ്പോൾ എല്ലാം ഞാൻ മറക്കും. അതിന്റെ ഒരു വീക്ക്നെസ്. മരുമോന്റെ അഭിനയം എങ്ങനെ ഉണ്ട്? പുരോഗമനമുണ്ടോ? പറഞ്ഞു കൊടുക്ക്. അതിന്റെ പുരോഗമനമാണ് ഈ കാണുന്നത്. ഈ മോഡൽ ഷർട്ട് കിട്ടി. മോഡൽ ഷർട്ടല്ല, രണ്ടുപേരും അനുരാഗ രക്തസാക്ഷികളാകേണ്ടതല്ല. പറയാനാ പിടിച്ചത്. കഷ്ടിച്ച് രക്ഷപ്പെട്ട്. കൺട്രി ബോയ്സ് ആകെ അവശരാണല്ലേ. ഈ വേദനിക്കുന്ന കോടീശ്വരൻ എന്ത് ചെയ്യണം? സ്കാനിങ്ങിനും എക്സ്റേ ഒക്കെ കൂടി 10,000 രൂപ ചെലവാവും. അടിയിൽ എന്റെ ഒരു കിഡ്നി തെറിച്ചുപോയി. തപ്പിട്ട് കിട്ടിയില്ല. അയ്യോ, അതിനെന്താവും? തരുന്ന കാശിനനുസരിച്ചുള്ള കിഡ്നി മേടിക്കാം. എന്റെയും ഒരു കിഡ്നി പോയോന്ന് സംശയം. കിട്ടും. ഇല്ല. ഏതായാലും ഒരു 4 മേടിച്ചു വെച്ചോ, ആവശ്യം വരും. മരുമോനെ, നീ എന്റെ മോളെ കന്യാസ്ത്രീ പട്ടത്തിൽ നിന്ന് കല്യാണ പട്ടത്തിലേക്ക് ചാടിക്കണം. പിന്നെ കാശത്ര വേണമെങ്കിലും പൗലോസ് അച്ചാൻ തരും. കൊടുക്കരുത്. യൗമാരെ കൊണ്ടൊരു പുല്ല് നടക്കത്തില്ല. വയ്ക്കടാ കാശോടെ. നിങ്ങളെ രണ്ടിനും ഞാൻ ഇന്ന് ശരിയാക്കും. മരണം മുന്നിൽ കണ്ട കാമദേവന്റെ യുദ്ധക്കളത്തിൽ നിന്നും വാണമിട്ട പോലെ ഓടി വന്ന യോദ്ധാക്കളാണ് ഞങ്ങൾ. കളിക്കരുത്. തല്ലുകൊണ്ട് അവശരായി വന്നിരിക്കുന്നവരല്ലേ ഹെൻറിക്കുട്ടി. കൊണ്ടുപോട്ടെ. പൗലോച്ചേ, യൗമാരെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കും. അനാവശ്യം പറയരുത്. എന്റെ മോക്ക് കൊച്ചന്റെ CID മോനെ. ഇയാള് ഫിറ്റ. ഇന്ന് രാവിലെ അടിയുണ്ടാക്കിയതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? അതിന്റെ ഫലമായി ഈ കാണുന്നത്. കണ്ടോ ഈ പരിവം? കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയില്ല. രാവിലെ തല്ലുണ്ടാക്കിയ ഡ്രസ്സ് പോലും മാറ്റാതെ യൗമാര് മുടന്നു പൗലോച്ചായനെ പറ്റിക്കുക. യൗമാരുടെ അടികാരന് മഠത്തിലെ പെമ്പിള്ളാരുടെ പഠിത്തം പോലും നിർത്തി. ഇനി അന്നെ ഒന്ന് കാണാൻ പോലും പറ്റൂല. കർത്താവ്, മാനവും പോയി പണവും പോയാ. ഇല്ല, അച്ഛന്റെ കാശുകൊണ്ട് പ്രശ്നമേ ഇല്ല. ഈ അനുരാഗ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചാൾസ് എന്ന ഈ അർജുനൻ, ഈ ശ്രീകൃഷ്ണനുണ്ടെങ്കിൽ വിജയിച്ചിരിക്കും. വിടതരൂ പിതാമഹ. ആയുഷ്മാൻ ഭവ. പേര് തെളിക്കൂ കൃഷ്ണ. സംഭവാമി യുഗേ യുഗേ. ഇയാളുടെ കാര്യം പോക്കാ. ഇതെന്താ ഊട്ടിക്കുതിരെ? ആരാത്? അൽഫോൺസാമ്മ സിസ്റ്ററാ. എന്നാ തരുന്നേ? എന്റെ പേന ഇവിടെ കളഞ്ഞു പോയിന്നേ. അയ്യോ, ഞങ്ങൾ ഇവിടെ നോക്കാം. എവിടാ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂടുതൽ വെളിച്ചെടുത്ത് പോയി തപ്പിക്കോളാം. അതിന് പേന പോയത് ഇവിടെ അല്ലേ സിസ്റ്ററെ? പക്ഷെ ഇവിടെ വെളിച്ചം കുറവാണല്ലോ. വെളിച്ചം കുറവാണെന്നോ? ഈ സിസ്റ്റർക്ക് എന്നാ വട്ടാണോ? ആയിരിക്കും. ഗുഡ് നൈറ്റ് സിസ്റ്റർ. വെരി ഗുഡ് നൈറ്റ്. എന്താ സിസ്റ്റർ മേലോട്ട് നോക്കി നിൽക്കുന്നത്? വാൽനക്ഷത്രം ഉണ്ടോന്ന് നോക്കിയതാ. ഈ സമയത്ത് വാൽനക്ഷത്രം കണ്ട സ്വർഗത്തിൽ പോകുന്ന റവറൻ ഫാദർ കണ്ടോണം പറഞ്ഞത്. അത് ഫാദർ ചിലപ്പോ വെറുതെ പറഞ്ഞായിരിക്കും. അയ്യോ, ഞാൻ എന്റെ സമയം വെറുതെ കളഞ്ഞതേ. ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ്. ഞങ്ങള് വൈകുന്നേരം വെള്ളം ഒഴിച്ച സിസ്റ്റർ. അത് പിന്നെ എനിക്ക് അറിയില്ലേ. ഗുഡ് നൈറ്റ്. ഗോ ടു സ്ലീപ്. ഗോ ടു സ്ലീപ്. ഗുഡ് നൈറ്റ്. ഒരു തവണ ഗുഡ് നൈറ്റ് പറഞ്ഞല്ലേ, പോയി കിടന്നൂടെ. ഈ പിശാച് ഏത് റൂമിലാണാവോ? ആരാത്? ഞാനാ, അൽഫോൺസാമ്മ സിസ്റ്ററാ. ഞാൻ മേലെ ഇടാൻ പോവാണല്ലോ സിസ്റ്റർ. ഓ, അതിനെന്താ, ഞാൻ കൂടി വരാം. എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാന്നേ. അയ്യോ സിസ്റ്റർ, അവിടെ നിന്നാ മതി, ഞാൻ പുറത്തേക്ക് വരാം. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ. എന്താ സിസ്റ്റർ കാര്യം? അത് ഞാൻ പലതവണ ആലോചിച്ചു. എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ സിസ്റ്റർ. ഐ ലവ് യു അന്ന. സിസ്റ്റർ എന്താ പാപികളെ പോലെ സംസാരിക്കുന്നത്? ഞാൻ ലവിന്
അഡിക്റ്റായി പോയി അന്ന. സിസ്റ്റർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന അന്ന? എന്താ പറ്റിയത്? ഇവിടെയല്ല, ഇവിടെയാണോ? അവിടെയാ. എവിടെ? അന്നയുടെ റൂമിലാണെന്ന് തോന്നുന്നു. അന്ന, എന്ത് പറ്റി? ഒന്നുമില്ല, എന്തോ കണ്ട് പേടിച്ചു പോയതാ. എവിടെ? ഇല്ല, ഒന്നുമില്ല മത, സ്വപ്നാണെന്ന് തോന്നുന്നു. ശബ്ദം കേട്ട് എല്ലാരും പേടിച്ചു പോയി. ഇത് സ്വപ്നമൊന്നുമല്ല. തിരുവസ്ത്രം കിട്ടുന്നതിന് മുമ്പ് ദർശനങ്ങൾ ഇനി പലതും ഉണ്ടാകാം. എന്റെ ഈശോയെ, കള്ളമാരിൽ നിന്നും ദുഷ്ടമാരിൽ നിന്നും എന്റെ ഈ കുഞ്ഞാടിനെ നീ കാത്തോണമേ. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളൂ. ഗുഡ് നൈറ്റ് അന്ന. ഗുഡ് നൈറ്റ്. അവര് പറഞ്ഞത് കേട്ടല്ലോ, ഭർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളാൻ. ഭർത്താവെന്നല്ല, കർത്താവെന്നാ പറഞ്ഞത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അന്നയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ യൂദാസിനെ പോലെ എന്നെ ഒറ്റക്കൊടുക്കാഞ്ഞത്? ഇഷ്ടമായിട്ടൊന്നുമല്ല. ഒരു പുരുഷൻ എന്റെ മുറിയിൽ കണ്ടാൽ എനിക്കുണ്ടാകുന്ന ചീത്തപ്പേരിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ ഈ മടത്തിന്ന് പുറത്താവും. അത് പേടിച്ചാ കാട്ടിക്കൊടുക്കാഞ്ഞത്. അതൊന്നുമല്ല, എനിക്കറിയാം നീ എങ്ങനെ ചെയ്യില്ലെന്ന്. എന്റെ പൊന്നന്ന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിങ്ങളുടെ അന്നയല്ല, മഠത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നെ സിസ്റ്റർ എന്ന് വിളിച്ചാ മതി. എങ്കിൽ എന്റെ പൊന്നു സിസ്റ്ററെ ഞാൻ മദറാക്കും. അതെ, എന്റെ കുഞ്ഞുങ്ങളുടെ മദർ. നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഐ ലവ് യു സോ മച്ച്, സോ മച്ച്. മാർഗരറ്റ് സിസ്റ്റർ ആണോ? മാർഗരറ്റ് മാർക്കറ്റിൽ പോയിരിക്കാ. ഞാൻ അൽഫോൺസ്. സിസ്റ്ററിന്റെ പേര് ഇതുവരെ കിട്ടിയില്ല. കിട്ടിയെങ്കിൽ ഞാൻ അവിടെ നടക്കോ? ഇതെന്താ സിസ്റ്ററിന്റെ ശബ്ദത്തിനൊരു മാറ്റം? അയ്യോ, ഭയങ്കര ലവബിൾ വോയിസ് അല്ലേ? ഒന്ന് നിന്നെ നോക്കട്ടെ. വേണ്ട. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിയാ. Praise the Lord, praise the Lord. എന്റെ ഈശോയെ, ഈ കഷ്ടപ്പാടിനൊക്കെ ബലം ഉണ്ടാക്കി തരണേ. അന്ന, അന്ന, എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല മാതാവേ. ഈ കുട്ടിക്ക് എന്നെ പറ്റി? ദൈവവിളി കിട്ടി കാണും. ദൈവവിളിയല്ല, ഇത് സാത്താന്റെ വിളിയാ. സോളമന്റെ ഉത്തമ ഗീതം 1-ാം വചനം. അയാൾ അധരങ്ങൾ കൊണ്ട് എന്നിൽ ചുംബനങ്ങൾ ചൊരിയട്ടെ, നിന്റെ പ്രേമം വീഞ്ഞലും മധുരതരം. സ്ത്രീകളിൽ പരമസുന്ദരി, നിന്റെ പ്രിയൻ എവിടെ പോയി? ജെറൂശലം പുത്രിമാരെ, മൊത്തത്തിൽ അയാൾ മനോഹരൻ.